വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ന് ആദ്യമേ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഓംസ് ലോനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓംസ് ലോയുടെ A to Z ഫാക്റ്റുകൾ നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് അത് എല്ലാ എക്സാമിനും ഇലക്ട്രിക്കൽ കോമ്പറ്റേറ്റീവ് ടൈപ്പ് എല്ലാ എക്സാമിലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് എപ്പോഴും നമ്മൾ എജു വാലിയിൽ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. ഏത് ഉറക്കത്തിലും ചോദിച്ചാലും നമുക്ക് പറയേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോയുടെ ഡെഫിനിഷൻ, ഓംസ് ലോ ട്രയാങ്കിൾ, അതിൻ്റെ ഗ്രാഫ്, എന്താണ് ഓമിക് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടർ എന്നുള്ള കാര്യം, പിന്നെ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലാട്ടോ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ് എന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത്. ഈ ഒരു സെന്റൻസ് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ് അല്ലെ? അതായത് ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ എന്താണ് കണ്ടീഷൻസ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ എൻഡിന് ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള ചോദ്യമാണ്. ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എന്താണ്? അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ആർ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അപ്പോ ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണ്? ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ആർ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അപ്പോൾ സിംപ്ലി ഓപ്ഷൻസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്നുള്ളതായിരിക്കും ഓപ്ഷനിൽ കാണാറുള്ളത്. അപ്പോൾ എന്താണ് നമ്മളുടെ ആൻസർ വരുന്നത്? ടെമ്പറേച്ചർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇനി എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചുരുക്കി പറയാനായിട്ട് പഠിക്കുക. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതാണ് അതിന്റെ ഡെഫിനിഷൻ. എനിക്കറിയാം ഈ ഓംസ് ലോ എന്ന് പറയുന്നത് വളരെ ബേസ് തൊട്ടേ നമ്മളൊരു 9-8 ക്ലാസ്സുകൾ തൊട്ടേ പഠിച്ചു വരുന്നതാണ്. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളുടെ ഒരു മാർക്ക് പോകുന്ന സൈഡുകൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആണെന്ന് കരുതുന്നതാണ് നമ്മളുടെ ഒരു മാർക്ക് കളയുന്ന ഭാഗങ്ങള്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് പോണത്. സോ ഓംസ് ലോയുടെ കണ്ടീഷൻ ഇവിടെ കളർ മാറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്, അത് എംഫസൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഓംസ് ലോയുടെ കണ്ടീഷൻ എന്താണ്? ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ആർ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. സിംപ്ലി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എൻഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 3 ടേമുകളാണ് പഠിക്കാനുള്ളത്. വി പ്രൊപ്പോർഷണൽ ടു ഐ, ആ കോൺസ്റ്റന്റിനെ മാറ്റാനായിട്ട്, പ്രൊപ്പോർഷണൽ സൈനിനെ മാറ്റാനായിട്ട് നമ്മളൊരു എന്താണ് ടേം കൊണ്ടുവരും. അതാണ് നമ്മളുടെ റെസിസ്റ്റൻസ്. സോ വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. വി പ്രൊപ്പോർഷണൽ ടു ഐ, വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എന്താണ് വി, എന്താണ് ഐ, എന്താണ് ആർ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വി എന്ന് പറയുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിന്റെ യൂണിറ്റ് എന്തിലാണ് പറയുക? വോൾട്ടിലാണ് പറയുക. അപ്പോൾ നമ്മളുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ടേം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ യൂണിറ്റ് കൂടെ തന്നെ പഠിക്കുക. കാരണം നമ്മളുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 1-2 യൂണിറ്റുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിപ്പോൾ മാഗ്നറ്റിസം സൈഡിലെ ആവാം, അല്ലെങ്കിൽ ഈ ബേസ് സൈഡിലെ ആവാം, അല്ലെങ്കിൽ AC സർക്യൂട്ട്സിനകത്തെ ആവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ടേം കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ യൂണിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ യൂണിറ്റ് എന്തിന്റെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പണ്ട് തൊട്ടേ ഉള്ളതാണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ടേമും എന്ത് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ കൃത്യമായിട്ട് ആദ്യം തൊട്ട് പഠിച്ചു വരുമ്പോൾ തന്നെ പഠിച്ചു വരിക. അപ്പോൾ നമ്മളുടെ ക്ലാസ്സസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡൗൺ ടു ലെവലിലായിരിക്കും. ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയില്ല, അത്രയും
താഴെ നിന്നിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. അപ്പോൾ ബാക്കി ഒത്തിരി പഠിച്ചെത്തിയവര് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ. ഓക്കെ, അപ്പോൾ വി എന്ന് പറയുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമ്മൾ അതിനെ എന്തിലാണ് പറയാ, വോൾട്ടിന്റെ ആണ് അതിന്റെ യൂണിറ്റ്, വോൾട്ടിലാണ് നമ്മൾ പറയാ. ഇനി ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്. കറണ്ട് നമ്മൾ എന്തിലാണ് പറയാ, ആംപിയറിലാണ് പറയാ. കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. ഇനി ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് നമ്മൾ എന്തിലാ പറയാ, ഓമിലാണ് പറയാ. ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഓംസ് ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു റെസ്പെക്റ്റിന്റെ പുറത്താണ് നമ്മൾ ഓം എന്ന് പറയുന്ന ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ എന്തിനു കൊടുത്തിട്ടുള്ളത്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂടെയുള്ള സൈമൺസ് ഉണ്ടല്ലോ, അതെവിടെയാണ്, സൈമൺസ് എന്തിന്റെ യൂണിറ്റ് ആണ്, എന്തിന്റെയാണ്, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ് അല്ലെ. കണ്ടക്ടൻസ് എന്താ, റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, റെസിപ്രോക്കൽ ആണ് അല്ലെ. കറണ്ടിനെ കടത്തി വിടാനുള്ള പ്രതിരോധമാണ് റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ കറണ്ടിനെ കടത്തി വിടാനുള്ള കഴിവാണ് എന്ത്, കണ്ടക്ടൻസ് അല്ലെ. അപ്പൊ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സൈമൺ ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, അപ്പൊ 3 ടേമുകളും അതിന്റെ യൂണിറ്റുകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓംസ് ലോ ട്രയാങ്കിൾ ആണ്. ഓംസ് ലോ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ 3 ഫംഗ്ഷൻസും അല്ലെങ്കിൽ ഈ 3 ടേംസും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കാനായിട്ട് ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പൊ ഇവിടെ ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ആ ടേമിനെ ഹൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് വെച്ചിട്ട് കണ്ടുപിടിക്കാന്നാണ്. അപ്പൊ സപ്പോസ് വി ആണ് കണ്ടുപിടിക്കേണ്ടത്, വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ വിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ച് ഇതുപോലെ എഴുതിയിട്ട് വിനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബാക്കി കിട്ടും, ഐയും ആറും ബാക്കി ഉണ്ടാവും, കറണ്ടും റെസിസ്റ്റൻസും ബാക്കി ഉണ്ടാവും. ഇത് നേരെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ, ഒരേ ഒരു ലൈനിലാണ് ഇരിക്കുന്നത്. സോ ഐ ഇൻറ്റു ആർ എന്ന് നമുക്ക് പറയാം. സോ വി ഇസ് ഈക്വൽ ടു എന്താണ്, ഐ ഇൻറ്റു ആർ ആണ്. ഇത് ശരിക്കും ഇക്വേഷനിൽ നിന്ന് എങ്ങനെ വരണേ, നമുക്ക് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സമത്തിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുപോകുമ്പോഴാണ് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഐ ഇൻറ്റു ആർ. അതേ പോലെ ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ഈ ആറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം അല്ലെ. അപ്പൊ ഇവിടെ ഗുണിക്കണം 6 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ ഹരിക്കണം എന്നുള്ള രീതിയിലാക്കും. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു എന്താവും, വി ബൈ ആർ എന്ന് വരും അല്ലെ. ഇനി അതുപോലെ 6 കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഇക്വേഷനിൽ 6 കണ്ടുപിടിക്കണമെങ്കിൽ ഐനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ഇൻറ്റു ഐ എന്നുള്ളത് ഇവിടെ എന്താവണം, ഡിവൈഡഡ് ബൈ ഐ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് പറയണം. അപ്പൊ ഇതാണ് നമ്മളുടെ 3 ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് ഇങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇനി അല്ല ഒത്തിരി ഓർത്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഓർത്തിരിക്കുക. ഈ ട്രയാങ്കിളിൽ എങ്ങനെയൊക്കെയാണ് ലേബൽ ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ടേമിനെ ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ വി ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ വിനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്, ഐ ഇൻറ്റു ആർ ആണുള്ളത്. ഇത് ഒരേ ലൈനിൽ ഇരിക്കുന്നതുകൊണ്ട് ഐ ഇൻറ്റു ആർ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ആണെന്ന് വെക്കാം. ഓക്കെ, അപ്പൊ ഐ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എന്താണ്, വിയും ആറും ആണ്. അപ്പൊ ഇതിനിടയിൽ ഒരു ഡിവൈഡ് ചെയ്യുന്ന ലൈൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്നുള്ളത് അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. ഇനി ആറാണ് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിലോ സെയിം, 6 ഹൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും വി ബൈ ഐ. അപ്പോൾ ഓംസ് ലോയുടെ 3 ഇക്വേഷൻസ് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ഒരു രീതി എന്നുള്ള രീതിയിലാണ് ഓംസ് ലോ ട്രയാങ്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ലേബൽ ചെയ്യുന്നത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത് എന്നുള്ളത് ഓർക്കുക. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീപ്പായിട്ട് പറയണേ. സോ ഇക്വേഷൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഐ ആർ, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻസ്. വി കണ്ടുപിടിച്ചാൽ അതിന്റെ എന്ത് യൂണിറ്റിലാണ് നമ്മൾ പറയാ, വോൾട്ടിലാണ് പറയാ. ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്, കറണ്ട് നമ്മൾ ആംപിയറിലാണ് പറയാ. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് നമ്മൾ എന്തിലാ പറയാ, ഓമിലാണ് പറയാ. അപ്പൊ ഇതാണ് ഓംസ് ലോ ട്രയാങ്കിൾ. ഇനി ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ഗ്രാഫ്, എങ്ങനെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോ ഓംസ് ലോയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഗ്രാഫാണ്. മാത്രമല്ല സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആണ്. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഓംസ് ലോയുടെ ഗ്രാഫ് എന്ന് പറയാ. ഇനി ആ ഗ്രാഫ് ആവട്ടെ എന്ത് കാണിക്കും, റെസിസ്റ്റൻസ് ആണ് കാണിക്കുക. ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തിനെയാണ് കാണിക്കുന്നത്, എന്തിനെയാണ് മീൻ ചെയ്യുന്നത്, റെസിസ്റ്റൻസിനെയാണ്. അപ്പൊ ഇവിടെ നോക്കുക, എക്സ് ആക്സിസിൽ
കറണ്ടും y ആക്സിസിൽ വോൾട്ടേജും ആണ് നമ്മൾ എടുത്തേക്കണേന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ അല്ലെങ്കിൽ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുക. ലീനിയർ ഗ്രാഫ് ആയിരിക്കും. ആൻഡ് ആ സമയത്ത് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? v/i ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. മനസ്സിലായോ? അപ്പൊ അതാണ് ഗ്രാഫ് എന്ന് പറയുന്നത് ലീനിയർ ഗ്രാഫ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആണ്. ആൻഡ് ആ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് എന്തിനെയാണ് മീൻ ചെയ്യുന്നത്? റെസിസ്റ്റൻസിന്റെ വാല്യൂനെയാണ് അത് കാണിക്കുക. അപ്പോൾ ഓംസ് ലോയുടെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി എന്താണ് ഓമിക് കണ്ടക്ടേഴ്സ്, എന്താണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നുള്ളത് പഠിക്കണം. ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ്, ഓംസ് ലോ അനുസരിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അവയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആയിരിക്കും. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. കോപ്പർ വയർ, നിക്രോം വയർ, മെറ്റാലിക് റെസിസ്റ്റേഴ്സ് എല്ലാം തന്നെ ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്താന്ന് ചോദിച്ചാൽ എന്താ? നോൺ ഓമിക്. ഓമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നത്. അപ്പോൾ ഒബേ ചെയ്യാത്ത ആൾക്കാർ തന്നെയാണ് എന്തെന്ന് പറയാ? നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ? ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാ. ഇവിടുത്തെ ഷേപ്പ് ഒരു പാരബോളിക്കോ കർവ്ഡോ ഒക്കെ ആയിരിക്കും. നോൺ ലീനിയർ ഗ്രാഫ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ ഓർത്തിരിക്കണം. ഫിലമെന്റ് ലാമ്പ്, ഡയോഡ്, തെർമിസ്റ്റർ, ഇലക്ട്രോലൈറ്റുകൾ, അതെല്ലാം തന്നെ എന്താണ്? സെമി കണ്ടക്ടേഴ്സ്. ഇതെല്ലാം തന്നെ എന്താണ്? നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. ക്ലിയർ ആണോ? ഓംസ് ലോ ഒബേ ചെയ്യാത്തതിനെയാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാ. അപ്പോൾ ഓംസ് ലോനെ ബേസ് ചെയ്തിട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ, ഓംസ് ലോയുടെ മാത്രം ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ഒരു ക്ലാസ്സുകളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇതുവരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരിഗണിക്കുക. ഇഷ്ടപ്പെട്ടാൽ കാര്യങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.